ഹായ് ഓൾ, നമ്മളെല്ലാവരും കാത്തിരുന്ന അസിസ്റ്റൻറ്റ് പ്രസൻറ്റ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷോർട്ട് ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 3943 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2480 പേരും അങ്ങനെ ടോട്ടൽ 6423 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഏകദേശം ഒരാഴ്ച മാത്രമാണ് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് സമയമുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. പക്ഷേ നിങ്ങളധികം സമയം പ്രതീക്ഷിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഷോർട്ട് ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 6011 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2652 പേരും അങ്ങനെ ടോട്ടൽ 8663 പേരാണ് ആകെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും മെയിൻ ലിസ്റ്റിൽ ഏകദേശം 1239 പേരായിട്ട് ചുരുങ്ങി. അതായത് ഷോർട്ട് ലിസ്റ്റിൽ 6011 പേരുണ്ടായിരുന്നിടത്ത് മെയിൻ ലിസ്റ്റിലോട്ട് വന്നപ്പോഴത്തേക്കും 1239 പേരായിട്ട് റാങ്ക് ലിസ്റ്റ് ചുരുങ്ങി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, എല്ലാവരും ഫിസിക്കൽ ടെസ്റ്റിന് ഫെയിൽ ആയതുകൊണ്ടാണ് 6011 എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയിൽ നിന്ന് 1239 എന്ന ചെറിയൊരു സംഖ്യയിലായിട്ട് ചുരുങ്ങിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തയ്യാറെടുക്കുക. കാര്യം നമുക്ക് സമയം അധികം ലഭിക്കത്തില്ല. ഇവിടെ നമുക്ക് നിർണായകമാകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, ഫിസിക്കൽ ടെസ്റ്റിൽ ഫെയിൽ ആയതുകൊണ്ടാണ് വളരെയധികം ആൾക്കാർ റാങ്ക് ലിസ്റ്റിലോട്ട് ഉൾപ്പെടാതെ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്തായത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും.